നമസ്കാരം. ഏപ്രിൽ 10 വരാൻ പോകുന്ന ഒരു വലിയ ക്ലാഷ് ഉണ്ട്. അജിത് കുമാർ ചിത്രമായ ഗുഡ് ബാഡ് അഗ്ലി ഒരു ഭാഗത്ത് നിന്നും തമിഴ് സിനിമയിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ പോലും മറുഭാഗത്ത് നിന്ന് ബസൂക്കയും ആലപ്പുഴ ജിംഖാനയും മരണമാസമാണ് എത്തുന്നത്. നമ്മൾ രണ്ട് സിനിമകളാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രങ്ങൾ ബസൂക്കയും മരണമാസമാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. പൊന്മാൻ എന്ന ചിത്രത്തിന് ശേഷം ബേസിൽ ജോസഫിൻ്റെ ഭാഗത്ത് നിന്നുമുണ്ടാകുന്ന ഒരു കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ഉണ്ടായിരുന്നു. പൊന്മാൻ OTT റിലീസിന് ശേഷവും ബേസിലിന് കിട്ടിയ ഒരു അപ്രീസിയേഷൻ വളരെയധികമായിരുന്നു. അജേഷിനെ വാഴ്ത്തിപ്പാടുകയായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ. ആ അജേഷ്, ആ ബേസിൽ ജോസഫ് റിലീസ് ചെയ്യാൻ പോകുന്ന അടുത്ത സിനിമയാണ് മരണമാസം. ടൊവിനോ തോമസ് ആണ് ചിത്രത്തിൻ്റെ നിർമ്മാതാവ്, ശിവപ്രസാദാണ് സംവിധായകൻ. ബേസിൽ ജോസഫ് ഒരു വളരെ വ്യത്യസ്ത ലുക്കിലാണ് എത്തുന്നത്. അതിൻ്റെ സിവിക് സെൻസ് ഒരു ടീസറും ചിത്രത്തിൻ്റെ ട്രെയിലറും ഒക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിലുള്ള ആരവം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ ബേസിൽ മേൽ വലിയ പ്രതീക്ഷയുണ്ട്. സുരേഷ് കൃഷ്ണ, സിജു സണ്ണി തുടങ്ങിയ താരനിരയാണ് ബേസിലൊപ്പം നിൽക്കുന്നത്. വലിയ പ്രതീക്ഷ ബേസിലിൻ്റെ ഈ ഒരു ചിത്രത്തിന്മേലുണ്ട്. ബേസിലിനെ ഒരു ജനപ്രിയ നായകനായിട്ട് പ്രേക്ഷകർ കണ്ടു കഴിഞ്ഞു എന്നുള്ളതാണ് വാസ്തവം. കാരണം തുടർച്ചയായ ഹിറ്റ് ചിത്രങ്ങൾ ബേസിൽ ഇങ്ങനെ സമ്മാനിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ബേസിലുണ്ടെങ്കിൽ ഈ സിനിമ പോയി തിയേറ്ററിൽ കാണാമെന്ന് വിശ്വസിക്കുന്ന കുടുംബ പ്രേക്ഷകർ ഇപ്പോൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ആ വാസ്തവത്തിൽ നിന്ന് ഒളിച്ചോടാതെ തന്നെ മരണമാസം അതുപോലൊരു മരണമാസ് തിയേറ്ററിലേക്ക് ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള വിശ്വാസം ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴേക്കും മമ്മൂക്ക ചിത്രം ബസൂക്ക വരികയാണ് പ്രേക്ഷകരെ. മോഹൻലാൽ ചിത്രമായ എംപുരാൻ ഇപ്പോൾ 250 കോടിയും കടന്ന് മുന്നോട്ട് പോകുമ്പോഴേക്കും മലയാളത്തിൻ്റെ മറ്റൊരു നെടുന്തൂണായ മമ്മൂക്കയ്ക്ക് എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ളൊരു ചോദ്യവും കൂടി നിൽക്കുകയാണ്. ഡീനോ ഡെന്നിസ് ആണ് ചിത്രത്തിൻ്റെ സംവിധാനം. ഒരു ഗെയിം പസിൽ മിസ്റ്ററി മൂവിയായിട്ടാണ് ബസൂക്ക എത്തുന്നത്. മമ്മൂക്കയുടെ ലുക്കൊക്കെ വളരെ രീതിയിൽ ചർച്ചാ വിഷയമായതാണ്. ചിത്രത്തിൻ്റെ ബുക്കിംഗ് ആരംഭിച്ചതിന് ശേഷം ബുക്കിംഗ് അത്യാവശ്യം രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുമുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ചിത്രത്തിൻ്റെ ആദ്യ ഷോ ഏകദേശം 9 മണിയോടുകൂടി ആരംഭിക്കും എന്നുള്ളതും മനസ്സിലാക്കുന്നു. അതിന് മുമ്പ് ഫാൻ ഷോ ആയിട്ടൊന്നും ചാർട്ട് ചെയ്തിട്ടില്ല. 9 മണിക്ക് ബസൂക്ക ആരംഭിക്കും 10-ാം തീയതി. അപ്പോൾ അന്നാണ് ഷോ തുടങ്ങുന്നത്. മമ്മൂക്ക, ഗൗതം മേനോൻ തുടങ്ങിയവരൊക്കെയാണ് ഈ ചിത്രത്തിലെ പ്രധാനപ്പെട്ട താരങ്ങൾ. അപ്പോൾ ബസൂക്കയും മരണമാസം കൂടി ക്ലാഷ് വരുമ്പോഴേക്കും ഒരു ഭാഗത്ത് ജനപ്രിയ നായകനായ ബേസിൽ ജോസഫ്, കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ടനായകനായ ബേസിൽ ജോസഫ് തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ മറുഭാഗത്ത് വരുന്നത് മമ്മൂക്കയാണ്. ഇതുവരെയും തമ്മിലുള്ള ക്ലാഷ്, നമ്മളൊരു ക്ലാഷ് റിലീസായിട്ട് തന്നെ പറയേണ്ടി വരും. കാരണം 10-ാം തീയതിയാണ് ഈ രണ്ട് സിനിമകൾ റിലീസ് ചെയ്യുന്നത്. ഈ രണ്ട് സിനിമകൾ മാത്രമല്ല, നസ്റിൻ ചിത്രമായ ആലപ്പുഴ ജിംഖാന ഒരു ഭാഗത്ത്, മറുഭാഗത്ത് അജിത് ചിത്രമായ ഗുഡ് ബാഡ് അഗ്ലിയുമാണ് റിലീസിനെത്തുന്നത്. ഈ 4 ചിത്രങ്ങളും കൂടി ഒരുമിച്ച് വരുമ്പോഴേക്കും വിജയമാർക്കൊപ്പം എന്നുള്ളൊരു ചോദ്യം വളരെ ക്ലീശേ ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും 4 സിനിമകളും വിജയിക്കട്ടെ എന്നുള്ളത് പറയാമെങ്കിൽ പോലും ഈ രണ്ട് സിനിമകളുടെയും ബുക്കിങ്ങുകൾ ആരംഭിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴേക്കും പ്രേക്ഷകർ ഇരു കൈ നീട്ടി സ്വീകരിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ മാറുന്നത്. പലപ്പോഴായി തിയേറ്റർ ചാർട്ടിങ്ങിൽ പോലും 4 സിനിമകൾ ഉള്ളതുകൊണ്ട് തന്നെ പ്രതീക്ഷ അത്രയും തിയേറ്ററുകൾ പല സിനിമകൾക്കും കിട്ടുന്നില്ല എന്നുള്ളതും വാസ്തവമാണ്. എന്നാൽ പോലും പ്രേക്ഷകർ ആദ്യ ദിവസം തന്നെ ഈ സിനിമകൾ കാണാനുള്ള ഒരു തയ്യാറെടുപ്പിൽ തന്നെ നിൽക്കുന്നു എന്നുള്ളതും വ്യക്തമാണ്.